നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, എന്താണ് സ്റ്റെപ്പ്, എങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതിയെ മുന്നോട്ടേക്ക് എടുക്കേണ്ടത്, എങ്ങനെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം, വണ്ടി ചെറുതായിട്ട് മുന്നോട്ടേക്ക് എടുത്തിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾ നോക്കുക വീഡിയോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ബ്രേക്കും ക്ലച്ചും നന്നായിട്ട് ചവിട്ടി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്കും ക്ലച്ചും നന്നായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറാണ്. ഗിയർ ഇപ്പോൾ ഇതാ ന്യൂട്രൽ പൊസിഷനിലാണ് ഉള്ളത്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ അനക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് അത് എൻഗേജ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ മുകളിലായിട്ടുണ്ടാവും. ഇനി ചെയ്യേണ്ടത് എന്താണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കീ ഉപയോഗിക്കുന്നു. കീ ഉപയോഗിച്ചിട്ട് 3 സ്റ്റെപ്പായിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ നോക്കുക. ഇതാ ഫസ്റ്റ്, സെക്കൻഡ് ആയി കഴിയുമ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നത് 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ക്ലസ്റ്ററിൽ നോക്കുക, എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് ഉണ്ടോ. ഇപ്പോൾ ഒന്നുണ്ട്, അത് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ് എന്നുള്ളതാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടുക. നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് നിങ്ങൾ ഇട്ടിരിക്കണം. ഇട്ടതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കേണ്ടത്. കൈ ഇതേപോലെ പിടിക്കുക, എന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡ് അടുപ്പിക്കുക. ഇതാ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കി, കണ്ടില്ലേ. ഇനി ചെയ്യേണ്ട കാര്യം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. സീറ്റ് ബെൽറ്റ് നിർബന്ധമായും നമ്മൾ ധരിച്ചിരിക്കണം. ഇപ്പോൾ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല ഇതിനകത്ത്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പതിയെ മൂവ് ചെയ്യണം അല്ലേ. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, എന്താ ചെയ്യേണ്ടത് നോക്കുക. ആദ്യം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കുക. ഇതാ ഞാനിപ്പോൾ ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുത്തു. നോക്കി, നിങ്ങൾ ബ്രേക്കിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ബ്രേക്ക് ഒട്ടും ചവിട്ടിയിട്ടില്ല, ജസ്റ്റ് വെറുതെ വെച്ചതാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ പതിയെ ആയിരിക്കണം റിലീസ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുക, ഞാൻ ഇതാ പതിയെ റിലീസ് ചെയ്യുന്നു, വളരെ പതിയെ റിലീസ് ചെയ്യുന്നു. പതിയെ കാല് റിലീസ് ചെയ്യുകയാണ്. ഇതാ പതിയെ റിലീസ് ചെയ്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, വണ്ടി പതിയെ മുന്നോട്ടേക്ക് പോകും. ഇതാ കണ്ടില്ലേ, വണ്ടി ഇതാ പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നോക്കി, നിങ്ങളൊന്നും ചെയ്യേണ്ട, വേറൊന്നും ചെയ്യേണ്ട, വണ്ടി മൂവ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കുക. സ്റ്റിയറിംഗ് ഒന്നും തിരിക്കാനൊന്നും നിൽക്കണ്ട. നല്ല പ്ലെയിനായ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. കണ്ടില്ലേ, വണ്ടി ഇങ്ങനെ പതിയെ മുന്നോട്ടേക്ക് പോകും. കുറച്ചിങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക, അതേപോലെ തന്നെ ബ്രേക്കും അപ്ലൈ ചെയ്യുക, എന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി നിന്നു. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് ആക്കിയിട്ട് പഠിക്കണം, പതിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പഠിക്കണം. ഇനി വീണ്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ബ്രേക്കിൽ നിന്ന് കാല് വിടുക. ബ്രേക്കിൽ നിന്ന് കാല് വിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലച്ച് കുറേശ്ശെ റിലീസ് ആക്കുക. ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരു വൈബ്രേഷൻ വണ്ടിക്ക് കിട്ടും. ആ ഒരു സമയത്ത് ഇതാ വണ്ടി പതിയെ മൂവ് ആവും. നോക്കി നിങ്ങൾ, ഇതാ വണ്ടി പതിയെ മൂവ് ആവുന്നു, വളരെ പതിയെ ഇതാ വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ. ഇനി വീണ്ടും നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും നിർത്താൻ ഇതാ ക്ലച്ച് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക, ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാ വണ്ടി ഇതേപോലെ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി ഇതാ ഫുള്ളായിട്ട് സ്റ്റോപ്പായി, ഇവിടെ വണ്ടി നിന്നു. ഇപ്പോൾ ക്ലച്ചും ബ്രേക്കും ഞാൻ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഈ ഗിയർ നിങ്ങൾ ന്യൂട്രൽ ആക്കുക. ന്യൂട്രൽ ആക്കിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാം, ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആക്കുക. അതിനുശേഷം ചാവി എന്ത് ചെയ്യണം, ഇതാ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് തിരിച്ചു. ഇതാ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് തിരിച്ചിട്ടാകുമ്പം ഓഫായിട്ടുണ്ട്, എൻജിൻ ഓഫായിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പും കൂടി ബാക്കോട്ടേക്ക് തിരിക്കുക. 2 സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് തിരിച്ചു. അതിനുശേഷം ഇതാ ചാവി വലിച്ച് ഇതേപോലെ ഊരാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യൂ. ഇങ്ങനെ മുമ്പോട്ടേക്ക് എടുക്കാൻ നിങ്ങൾ ആദ്യം പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉള്ളിൽ വരാൻ വേണ്ടി തുടങ്ങും. വണ്ടി പതിയെ ഞാൻ അനക്കി എന്നൊരു ധാരണ, വണ്ടി പതിയെ ഞാൻ മുൻപോട്ടേക്ക് കൊണ്ടുപോയി എന്നൊരു ധാരണയൊക്കെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ വരും. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ.